ഈശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. ഈ വർഷത്തെ ലോഗോസ് ക്വിസിൻ്റെ പഠനത്തിനായി ഒരുങ്ങുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. വചനത്തെ കൂടുതൽ അറിഞ്ഞ് സ്നേഹിച്ച് ജീവിതബന്ധിയാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ദൈവശാസ്ത്രപരമായി കുറച്ചുകൂടെ ആഴത്തിൽ എഴുതപ്പെട്ട സുവിശേഷമാണ്. അതുകൊണ്ട് ഒരൊറ്റ വായനയിൽ വായിച്ചാൽ പെട്ടെന്ന് ഗ്രഹിക്കാൻ സാധിക്കണമെന്നില്ല. 1-ാമത്തെ അധ്യായത്തിൽ ആകെ 51 വചനങ്ങളാണുള്ളത്. മനുഷ്യനായി മാറിയ വചനം, വചനം തന്നെയായ ക്രിസ്തു, ഇതാണ് 1-ാം അധ്യായത്തിൽ ആദ്യ ഭാഗത്തിൽ വരുന്നത്. തുടർന്ന് നമ്മൾ കാണുന്നത് ക്രിസ്തുവിനെക്കുറിച്ച് സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യമാണ്. നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. ചോദ്യം 1. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ ആദ്യത്തെ തലക്കെട്ട് എന്താണ്? ഉത്തരം: വചനം മനുഷ്യനായി. ചോദ്യം 2. 1-ാം അധ്യായത്തിൽ എത്ര തലക്കെട്ടുകൾ ഉണ്ട്? ഉത്തരം: 5. ചോദ്യം 3. 1-ാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം: 51. ചോദ്യം 4. ആദിയിൽ ഉണ്ടായിരുന്നത് എന്താണ്? ഉത്തരം: വചനം. ചോദ്യം 5. വചനം ആരോടുകൂടെ ആയിരുന്നു? ഉത്തരം: ദൈവത്തോടുകൂടെ. ചോദ്യം 6. വചനം ആരായിരുന്നു? ഉത്തരം: ദൈവമായിരുന്നു. ചോദ്യം 7. ആദിയിൽ ദൈവത്തോടുകൂടെ ആയിരുന്നത് ആര്? ഉത്തരം: വചനം. ചോദ്യം 8. സമസ്തവും അവനിലൂടെ ഉണ്ടായി. ആരിലൂടെ? ഉത്തരം: വചനത്തിലൂടെ. ചോദ്യം 9. യോഹന്നാൻ 1-ാം അധ്യായം 1-ാം വാക്യത്തിൻ്റെ പഴയ നിയമ സമാന ഭാഗം ഏതാണ്? ഉത്തരം: ഉൽപ്പത്തി 1:1. ചോദ്യം 10. വചനത്തിൽ എന്താണ് ഉണ്ടായിരുന്നത്? ഉത്തരം: ജീവൻ. ചോദ്യം 11. ആ ജീവൻ മനുഷ്യരുടെ എന്തായിരുന്നു? ഉത്തരം: വെളിച്ചമായിരുന്നു. ചോദ്യം 12. വെളിച്ചം എവിടെ പ്രകാശിക്കുന്നു? ഉത്തരം: ഇരുളിൽ. ചോദ്യം 13. അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. എന്തിനെ? ഉത്തരം: വെളിച്ചത്തെ. ചോദ്യം 14. ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. എന്തായിരുന്നു അവൻ്റെ പേര്? ഉത്തരം: യോഹന്നാൻ. ചോദ്യം 15. അവൻ വെളിച്ചമായിരുന്നില്ല, ഡാഷിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ്. ഉത്തരം: വെളിച്ചത്തിന്. ചോദ്യം 16. വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാര്? ഉത്തരം: യോഹന്നാൻ. ചോദ്യം 17. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന ഡാഷ് ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഉത്തരം: യഥാർത്ഥ വെളിച്ചം. ചോദ്യം 18. ലോകം സൃഷ്ടിക്കപ്പെട്ടത് എന്തിലൂടെ? ഉത്തരം: വചനത്തിലൂടെ. ചോദ്യം 19. ആരാണ് അവനെ അറിയാതിരുന്നത്? ഉത്തരം: ലോകം. ചോദ്യം 20. ആരാണ് അവനെ സ്വീകരിക്കാതിരുന്നത്? ഉത്തരം: സ്വന്തം ജനം. ചോദ്യം 21. തന്നെ സ്വീകരിച്ചവർക്കും തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും അവൻ എന്തിനുള്ള കഴിവ് നൽകി? ഉത്തരം: ദൈവ മക്കളാകാൻ. ചോദ്യം 22. എങ്ങനെയുള്ളവർക്കാണ് ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകിയത്? ഉത്തരം: തന്നെ സ്വീകരിച്ചവർക്കും തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും. ചോദ്യം 23. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നോ അല്ല, പിന്നെ എന്തിൽ നിന്നാണ്? ഉത്തരം: ദൈവത്തിൽ നിന്ന്. ചോദ്യം 24. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. ബൈബിൾ വാക്യം ഏത്? ഉത്തരം: യോഹന്നാൻ 1:14. ചോദ്യം 25. മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചത് എന്ത്? ഉത്തരം: വചനം. ചോദ്യം 26. അവൻ്റെ ഡാഷ് നമ്മൾ ദർശിച്ചു. ഉത്തരം: മഹത്വം. ചോദ്യം 27. അവൻ്റെ എങ്ങനെയുള്ള മഹത്വമാണ് നമ്മൾ ദർശിച്ചത്? ഉത്തരം: കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. ചോദ്യം 28. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്. ബൈബിൾ വാക്യം എഴുതുക. ഉത്തരം: യോഹന്നാൻ 1:15. ചോദ്യം 29.
എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, കാരണമെന്ത്? ഉത്തരം: എനിക്ക് മുൻപേ അവനുണ്ടായിരുന്നു. ചോദ്യം 30. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, കാരണം എനിക്ക് മുൻപ് തന്നെ അവനുണ്ടായിരുന്നു എന്ന് സാക്ഷ്യം നൽകിയതാര്? ഉത്തരം: യോഹന്നാൻ. ചോദ്യം 31. അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം ഡാഷ് സ്വീകരിച്ചിരിക്കുന്നു. ഉത്തരം: കൃപയ്ക്കുമേൽ കൃപ. ചോദ്യം 32. ദൈവത്തിൽ നിന്നുള്ള വിശ്വാസികളുടെ ജനനത്തെ സൂചിപ്പിക്കുവാൻ ഗ്രീക്ക് കയ്യെഴുത്ത് പ്രതികളിൽ ഏത് രീതിയാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം: ബഹുവചനം. ചോദ്യം 33. പ്രാചീനങ്ങളായ ലത്തീൻ സുറിയാനി കയ്യെഴുത്ത് പ്രതികളിൽ ഏകവചനം കാണുന്നത് എന്ത് സൂചിപ്പിക്കാനാണ്? ഉത്തരം: യേശുവിൻ്റെ ജനനത്തെ. ചോദ്യം 34. നിയമം ആര് വഴി നൽകപ്പെട്ടു? ഉത്തരം: മോശ വഴി. ചോദ്യം 35. യേശു ക്രിസ്തു വഴി ഉണ്ടായത് എന്തെല്ലാം? ഉത്തരം: കൃപയും സത്യവും. ചോദ്യം 36. പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ആരാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്? ഉത്തരം: ഏകജാതൻ. ചോദ്യം 37. നീ ആരാണ് എന്ന് ചോദിക്കാൻ യഹൂദർ ജെറുസലേമിൽ നിന്നും അയച്ചത് ആരെയൊക്കെയാണ്? ഉത്തരം: പുരോഹിതന്മാരെയും ലേവ്യരെയും. ചോദ്യം 38. നീ ആരാണെന്ന പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും ചോദ്യത്തിന് യോഹന്നാൻ്റെ സാക്ഷ്യം എന്തായിരുന്നു? ഉത്തരം: ഞാൻ ക്രിസ്തുവല്ല. ചോദ്യം 39. പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും സ്നാപക യോഹന്നാനോടുള്ള രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? ഉത്തരം: നീ ഏലിയായോ? ചോദ്യം 40. ഞാൻ ക്രിസ്തുവല്ല, ഇത് ആരുടെ പ്രസ്താവനയാണ്? ഉത്തരം: സ്നാപക യോഹന്നാൻ്റെ. ചോദ്യം 41. പുരോഹിതരുടെയും ലേവ്യരുടെയും സ്നാപക യോഹന്നാനോടുള്ള മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ഉത്തരം: നീ പ്രവാചകനാണോ? ചോദ്യം 42. കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിനെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ എന്ന് പ്രവചിച്ച ദീർഘദർശി ആര്? ഉത്തരം: ഏശയ്യാ ദീർഘദർശി. ചോദ്യം 43. പുരോഹിതന്മാരെയും ലേവ്യരെയും സ്നാപക യോഹന്നാൻ്റെ അടുത്തേക്ക് അയച്ചത് ആര്? ഉത്തരം: ഫരിസേയർ. ചോദ്യം 44. ജലം കൊണ്ട് സ്നാനം നൽകുന്നതാര്? ഉത്തരം: യോഹന്നാൻ. ചോദ്യം 45. ആര് നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട് എന്നാണ് യോഹന്നാൻ പറയുന്നത്? ഉത്തരം: നിങ്ങൾ അറിയാത്ത ഒരുവൻ. ചോദ്യം 46. എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അധ്യായവും വാക്യവും എഴുതുക. ഉത്തരം: യോഹന്നാൻ 1:27. ചോദ്യം 47. യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്നത് എവിടെ? ഉത്തരം: ജോർദാൻ. ചോദ്യം 48. ജോർദാൻ്റെ അക്കരെയുള്ള സ്ഥലത്തിൻ്റെ പേര്? ഉത്തരം: ബഥാനിയ. ചോദ്യം 49. യോഹന്നാൻ 1:29 സമാനമായ പഴയ നിയമഭാഗമേത്? ഉത്തരം: ഏശയ്യാ 53:6-7 വരെ. സ്നേഹമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഈ ചോദ്യോത്തരങ്ങൾ ഏറ്റവും നന്നായി പഠിച്ചൊരുങ്ങാം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. താങ്ക് യു.